ഹലോ എവരി വൺ. നമ്മൾ 10th ക്ലാസ്സിലെ ബയോളജിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരെന്താണ്? പാർട്സ് ഓഫ് എവല്യൂഷൻ. അപ്പൊ ഇതിനകത്തില് നമ്മൾ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഒക്കെ പറഞ്ഞു. ഏതൊക്കെ തിയറീസ് ആണ്? ലാമാർക്കിസം ആൻഡ് ഡാർവിനിസം. ഇനി ഇതിനകത്തിൽ അംഗീകരിക്കുന്ന തിയറി ഏതാണ്? ഡാർവിനിസം ആണ്. ദെൻ അതിനുശേഷം നമ്മൾ സ്പീസിയേഷനും ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഇനി ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, അല്ലെങ്കിൽ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളാണ്. അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തെളിവുകൾ വേണം. അപ്പൊ ഇവിടെ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഒക്കെ പറഞ്ഞു. ആ തിയറീസ് ഒക്കെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ വേണം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, അല്ലെങ്കിൽ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളാണ്. അപ്പൊ അതിനകത്തിൽ ഒന്നെന്ന് പറയുന്നത് മോളിക്കുലാർ ബയോളജി. അതായത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി. ഇതും എന്തിന്റെ ഒരു ബ്രാഞ്ചാണ്? ബയോളജിയുടെ ബ്രാഞ്ചാണ്. ആൻഡ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് DNA, RNA ആൻഡ് പ്രോട്ടീൻസ്. അതായത് DNA, RNA, പ്രോട്ടീൻസ് തുടങ്ങിയവയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് എന്തെന്ന് വിളിക്കുന്നത്? മോളിക്കുലാർ ബയോളജി, അല്ലെങ്കിൽ തന്മാത്ര ജീവശാസ്ത്രം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, നമ്മളുടെ DNAയുടെ സ്ട്രക്ചറും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഇവല്യൂഷനുമായിട്ട് പരിണാമപരമായിട്ടുള്ള ബന്ധമുള്ള ജീവികൾ, പരസ്പര ബന്ധമുള്ള ജീവികൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് DNAയുടെ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെന്റ്, അതായത് നമുക്കറിയാം നമ്മളുടെ എല്ലാം DNA നിർമ്മിച്ചിരിക്കുന്ന ബേസിക് യൂണിറ്റ് ഏതാണ്? ന്യൂക്ലിയോടൈഡ്സ് ആണ് അല്ലേ. അപ്പോ ജീവികളുടെ DNAയിലുള്ള ന്യൂക്ലിയോടൈഡ്സിന്റെ അറേഞ്ച്മെന്റോ അതുപോലെ തന്നെ പ്രോട്ടീൻസ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമിനോ ആസിഡുകൾ കൊണ്ടാണ് അല്ലേ. അപ്പൊ ഈ അമിനോ ആസിഡുകളുടെ സീക്വൻസിങ് അല്ലെങ്കിൽ അതിന്റെ ക്രമീകരണത്തിലുള്ള വ്യത്യാസമോ ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ജീവികൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പരിണാമപരമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുന്നത്? DNAയിലെ അറേഞ്ച്മെന്റ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻസിലെ അമിനോ ആസിഡ്സിന്റെ സീക്വൻസിങ്. അപ്പൊ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവികൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാം അല്ലെ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മളുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ബ്ലഡിനകത്തിലുള്ള റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി പിഗ്മെന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹീമോഗ്ലോബിൻ ഇല്ലേ. അപ്പൊ ഈ ഹീമോഗ്ലോബിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഹീമോഗ്ലോബിനകത്തിൽ ഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് ഇല്ലേ. അപ്പൊ പ്രോട്ടീൻ എപ്പോഴും നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അമിനോ ആസിഡുകൾ കൊണ്ടാണ്. അപ്പൊ ഈ ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീനില് ബീറ്റാ ശൃംഖല നോക്കി കഴിയുമ്പോൾ അതിനകത്തിലുള്ള അമിനോ ആസിഡുകളും മറ്റു ചില ആനിമൽസിന്റെ അമിനോ ആസിഡുകളും തമ്മിൽ എന്ത് ചെയ്തു? ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മളുടെ ഗ്ലോബിന്റെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡുകളും ചിമ്പാൻസിയുടെ അമിനോ ആസിഡുകളും തമ്മിൽ നോക്കിയപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല. അതായത് നമ്മളുടെയും അവരുടെയും ഗ്ലോബിനിലെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. ഇനി നമ്മളുടേതും ഗൊറില്ലയുടേതും തമ്മിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു അമിനോ ആസിഡിൽ വ്യത്യാസം വന്നു. ഇനി ഇതുകൂടാതെ തന്നെ എലിയുമായിട്ട് നമ്മളുടേത് താരതമ്യം ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് 31 അമിനോ ആസിഡുകളിൽ വ്യത്യാസം വന്നു. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളുടെ ഹീമോഗ്ലോബിനും മറ്റ് ആനിമൽസിന്റെ ഹീമോഗ്ലോബിനും തമ്മിലാണ് കമ്പയർ ചെയ്തത് അല്ലെ. അപ്പൊ അതിനകത്തിലെ ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീന്റെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡുകളുടെ അറേഞ്ച്മെന്റ് ആണ് നോക്കിയത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമ്മളുടേതും ചിമ്പാൻസിയുടേതും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. നമ്മളുടേതും ഗൊറില്ലയുടേതും തമ്മിൽ ഒരു അമിനോ ആസിഡിൽ വ്യത്യാസമുണ്ട്. ഇനി നമ്മളുടേതും റാറ്റിന്റേതും തമ്മിൽ നോക്കിയപ്പോഴത്തേക്ക് 31 അമിനോ ആസിഡുകളുടെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അപ്പൊ ഈ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ള ആനിമൽ ഏതാണ്? ചിമ്പാൻസിയാണ് അല്ലെ. കാരണം എന്താണ്? ചിമ്പാൻസിയുടെയും നമ്മളുടെയും അമിനോ ആസിഡുകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഈ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് ഉള്ളത് ആരുമായിട്ടാണ്? റാറ്റുമായിട്ടാണ്. കാരണം എന്താണ്? അവിടെ 31 അമിനോ ആസിഡിന്റെ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ മോളിക്കുലാർ ബയോളജി, അല്ലെങ്കിൽ തന്മാത്ര ജീവശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ജീവികൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പരിണാമപരമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. എങ്ങനെയാണ്? ജീവികളുടെ DNAയിലുള്ള ന്യൂക്ലിയോടൈഡ്സിന്റെ അറേഞ്ച്മെന്റ് നോക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻസിലുള്ള അമിനോ ആസിഡ്സിന്റെ സീക്വൻസിങ്, അല്ലെങ്കിൽ അമിനോ ആസിഡുകളുടെ ക്രമീകരണം നോക്കുക. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസ് തമ്മിലുള്ള, അല്ലെങ്കിൽ ജീവികൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് തെളിവുകൾ ലഭിച്ചത് കമ്പാരിറ്റീവ് അനാട്ടമിയിൽ നിന്നുമാണ്. അനാട്ടമി, ഇറ്റ് ഈസ് ഓൾസോ എ ബ്രാഞ്ച് ഓഫ് ബയോളജി. അനാട്ടമി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ആന്തരഘടനയെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അനാട്ടമി. അപ്പൊ ആനിമൽസിന്റെ ഒക്കെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കിയാലും നമുക്ക് അവര് തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് 4 limbs ഓഫ് മാൻ, കാറ്റ്, ദെൻ വെയിൽസ്, ഫ്ലിപ്പേഴ്സ്, അതുപോലെ തന്നെ ബാറ്റ്സ്, വിങ്സ്,
അപ്പൊ ഇത്രയും തമ്മിൽ നോക്കി. അതായത് മനുഷ്യന്റെ ഫോർ ലിംസ് എന്ന് പറയുമ്പോൾ മുൻകാലുകളാണ്. മുൻകാലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടേത് ഏതാണ്? കൈകളാണ്. അതുപോലെ തന്നെ കാറ്റ്സിന്റെ ഫോർ ലിംസ്, പൂച്ചയുടെ മുൻകാലുകൾ. ദെൻ വെയിൽസ് ഫ്ലിപ്പേഴ്സ്, വെയിൽ അല്ലെങ്കിൽ നീലത്തിമിംഗലത്തിന്റെ ഫ്ലിപ്പർ എന്ന് പറയുമ്പോൾ അതിന്റെയും ഫോർ ലിംസ് അല്ലെങ്കിൽ മുൻകാലുകളാണ്. അതുപോലെ തന്നെ ബാറ്റ്, വവ്വാലിന്റെ വിങ്സ്, ചിറകുകൾ. അപ്പൊ ഇതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇതിന്റെ ബോൺസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഒരുപോലെയാണ്. അപ്പം ഇന്റേണൽ സ്ട്രക്ചർ, അവിടെ ആന്തരഘടനയാണ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ എല്ലാ ആനിമൽസിന്റെയും ഫോർ ലിംസ് അല്ലെങ്കിൽ മുൻകാലുകൾ നോക്കിയപ്പോഴത്തേക്ക് അതിന്റെ ബോൺസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സെയിം ആണ് ഇല്ലേ? ആരുടെ ഏതൊക്കെയാണ്? മനുഷ്യന്റെ കൈകള്, പൂച്ചയുടെ മുൻകാലുകൾ, അതുപോലെ തന്നെ നീലത്തിമിംഗലത്തിന്റെ ഫ്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് അതിന്റെയും മുൻകാലാണ്. അതുപോലെ തന്നെ ബാറ്റ്, വവ്വാലിന്റെ ചിറകുകൾ. അപ്പൊ ഇവിടെ എല്ലാം ബോണിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സെയിം ആണ്. പക്ഷെ എക്സ്റ്റേണൽ സ്ട്രക്ചർ, ബാഹ്യഘടനയും അതുപോലെ തന്നെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ധർമ്മങ്ങൾ, അതും ഡിഫറെന്റ് ആണ് ഇല്ലേ? ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ കൈകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കാനും ജോലി ചെയ്യാനും ഒക്കെയാണ് നമ്മളുടെ കൈകൾ ഉപയോഗിക്കുന്നത്. ഇനിയും ക്യാറ്റ്സ് എങ്ങനെയാണ്? ക്യാറ്റ്സ് 4 കാലുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് നടക്കുകയൊക്കെ ചെയ്യുന്നത് ഇല്ലേ? ഇനി അതുപോലെ തന്നെ വെയിൽസ് അല്ലെങ്കിൽ നീലത്തിമിംഗലത്തിന്റെ ഫ്ലിപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് സ്വിമ്മിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ബാറ്റ്, വവ്വാൽ എന്ന് പറയുമ്പോൾ അതിന്റെ വിങ്സ്, ചിറകുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? പറക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലേ? അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഫോർ ലിംസിന്റെ അല്ല, ഈ ആനിമൽസിന്റെ എല്ലാം ഫോർ ലിംസ് അല്ലെങ്കിൽ മുൻകാലുകളുടെ സ്ട്രക്ചർ പരിശോധിച്ചപ്പോഴത്തേക്ക് അതിന്റെ ബോൺസിന്റെ ഘടനയെല്ലാം എങ്ങനെ തന്നെയാണ്? ബോൺസിന്റെ സ്ട്രക്ചർ എല്ലാം ഒരുപോലെയാണ്. അപ്പൊ സ്ട്രക്ചർ സെയിം ആയിട്ട് വന്നു ഇല്ലേ? ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണ്, ബട്ട് എക്സ്റ്റേണൽ സ്ട്രക്ചർ, പുറമേയുള്ള ഘടന ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഫങ്ഷൻസ്, ധർമ്മവും വ്യത്യാസമാണ്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഇന്റേണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ ആനിമൽസ് തമ്മിൽ എല്ലാം എന്തോ ഉണ്ട്? ഒരു സിമിലാരിറ്റി ഉണ്ട് ഇല്ലേ? അതായത് ഇവ തമ്മിലെല്ലാം ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉണ്ട്. ദെൻ നമുക്ക് അടുത്ത എവിഡൻസസ് ലഭിച്ചിരിക്കുന്നത് ഫോസിൽസിൽ നിന്നുമാണ്. എന്താണ് ഫോസിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റിമൈൻസ് ഓർ ട്രേസസ് ഓഫ് പ്രിമിറ്റീവ് ഓർഗാനിസംസ്. അതായത് പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അടയാളങ്ങളെയോ വിളിക്കുന്ന പേരാണ് ഫോസിൽസ്. അപ്പൊ ഈ ഫോസിലുകൾ എന്ന് പറയുമ്പോൾ ഫോസിലുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പാലിയന്റോളജി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഫോസിലുകളെ കുറിച്ചുള്ള പഠനത്തിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓർ ട്രേസസ് ഓഫ് പ്രിമിറ്റീവ് ഓർഗാനിസംസ്. പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളെയോ അടയാളങ്ങളെയോ ആണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോസിലുകൾ. അപ്പൊ പല ജീവജാലങ്ങളും പണ്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഏതിൽ നിന്നുമാണ്? ഫോസിലുകളിൽ നിന്നുമാണ് ഇല്ലേ? ഡൈനോസേഴ്സ്, അതുപോലെ തന്നെ മാമത്ത് തുടങ്ങിയ ആനിമൽസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച എവിടെ നിന്നുമാണ്? ഫോസിലുകളിൽ നിന്നുമാണ്. അപ്പൊ ഈ പണ്ടുണ്ടായിരുന്ന പല ജീവികളുടെയും ഫോസിലുകൾ ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങളുമായിട്ട് സാമ്യമുണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസസും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഏതിൽ നിന്നുമാണ്? ഫോസിലുകളിൽ നിന്നുമാണ് ഇല്ലേ? എവല്യൂഷൻ ഈസ് എ ഗ്രാജുവൽ പ്രോസസ്. അതായത് പരിണാമം എന്ന് പറയുന്നത് ഗ്രാജുവലി അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇല്ലേ? അല്ലാതെ ഒറ്റയടിക്കല്ല എന്ന് നടക്കുന്നത് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം. അപ്പൊ ഇതെന്ന് പറയുന്നത് നടക്കുന്നത് എങ്ങനെയാണ്? ഗ്രാജുവലി ആണ്, അതായത് ക്രമാനുഗതമായിട്ടാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ കുതിരകൾ ഉണ്ടല്ലോ, കുതിരകളുടെ ലെഗ്സ്, കാലുകൾ എന്ന് പറയുന്നത് ഇന്നത്തെ കുതിരകളുടെ കാലുകൾ നീളമുള്ളവയാണ്. പക്ഷെ അവരുടെ ആൻസസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ പൂർവികർ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഹോഴ്സസിന്റെ ലെഗ്സ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന കുതിരകളുടെ കാലുകളെക്കാൾ ഷോർട്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചതാണ്? ഗ്രാജുവൽ ആയിട്ട് സംഭവിച്ച കാര്യമാണ് ഇല്ലേ? അപ്പൊ അവിടെ നിന്ന് പറയുന്നത് ഇന്ന് കാണുന്ന കുതിരകൾക്ക് എന്തുകൊണ്ട്? കാലുകൾക്ക് നീളമുണ്ട്. പക്ഷെ പണ്ടുണ്ടായിരുന്ന കുതിരകളുടെ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന കുതിരകളുടെ പൂർവികർക്ക് അവരുടെ കാലുകൾക്ക് എന്തായിരുന്നു? നീളം കുറവായിരുന്നു ഇല്ലേ? അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് ഈ എവല്യൂഷൻ എങ്ങനെ സംഭവിച്ചതാണ്? ഗ്രാജുവലി അല്ലെങ്കിൽ ക്രമാനുഗതമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ദെൻ അതുപോലെ തന്നെ പല ഫോസിലുകളും കാണിച്ചു തരുന്നത് 2 ജീവിവർഗങ്ങൾ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ബന്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള ബന്ധം കാണിക്കുന്ന ഫോസിലുകളെ വിളിക്കുന്ന പേരാണ് കണക്ടിംഗ് ലിങ്ക്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇടനില ഫോസിലുകൾ എന്ന് പറയും. അതായത് ചില ഫോസിലുകൾ എന്ത് കാണിച്ചു തരുന്നു? 2 ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ ബന്ധം കാണിച്ചു തരുന്നു. അപ്പൊ ഇങ്ങനെ 2 ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻ, ബന്ധം കാണിക്കുന്ന ഫോസിലുകളെ വിളിക്കുന്ന പേരാണ് കണക്ടിംഗ് ലിങ്ക്സ് എന്ന് വിളിക്കും. അപ്പൊ ഈ കണക്ടിംഗ് ലിങ്കിന് ഒരു എക്സാമ്പിൾ ആണ് ആർക്കിയോപ്റ്റെറിക്സ്. ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന ജീവിയുടെ ഫോസിലുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇന്നവ ഭൂമിയിൽ ഇല്ല. അപ്പൊ ആ ആർക്കിയോപ്റ്റെറിക്സിന് റെപ്റ്റൈൽസ് അല്ലെങ്കിൽ ഉരകങ്ങളുമായിട്ടും അതുപോലെ തന്നെ ബേർഡ്സ്, പക്ഷികളുമായിട്ടും ബന്ധമുണ്ട്. അപ്പൊ ഈ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് 2 ഗ്രൂപ്പ് ഓർഗാനിസംസ് ആണ് ഇല്ലേ? അപ്പൊ ഈ 2 ഗ്രൂപ്പ് ഓർഗാനിസംസുമായിട്ടും റിലേഷൻ, ബന്ധം കാണിക്കുന്ന ജീവികളാണ് ഏതെന്ന് പറയുന്നത്? ആർക്കിയോപ്റ്റെറിക്സ്. അപ്പൊ ഈ ആർക്കിയോപ്റ്റെറിക്സ് അങ്ങനെ റിലേഷൻ കാണിക്കുന്നു എന്ന് നമുക്ക് ഏതിൽ നിന്നുമാണ് മനസ്സിലായത്? ഫോസിലുകളിൽ നിന്നുമാണ് ഇല്ലേ? അപ്പൊ അവയുടെ ഫോസിലുകൾ ലഭിച്ചപ്പോഴാണ്
എന്തുകൊണ്ടാണ് ഇവര് ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസുമായിട്ടും റിലേഷൻ അല്ലെങ്കിൽ ബന്ധം കാണിക്കുന്നു എന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഈ ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത് കണക്ടിംഗ് ലിങ്ക്സ് ആണ്. എന്തുകൊണ്ട് കണക്ടിംഗ് ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജീവികൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഫോസിലുകൾ. ദെൻ അതുപോലെ തന്നെ പണ്ട് ഉണ്ടായിരുന്ന പല ജീവികളും ഇന്ന് ഭൂമിയിലില്ല, ഇല്ലേ? അപ്പൊ ആ ജീവജാലങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതിൽ നിന്നുമാണ്? ഫോസിലുകളിൽ നിന്നുമാണ്. അതായത് ഡൈനോസേഴ്സ്, അതുപോലെ തന്നെ മാമത്ത്, ഇവരൊന്നും ഇന്നും ഭൂമിയിലില്ല. ഇവര് ഭൂമിയിൽ പണ്ട് ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് അവയുടെ ഫോസിലുകളിൽ നിന്നുമാണ്, ഇല്ലേ? അപ്പൊ ആ ജീവികൾക്കൊക്കെ ഇന്ന് കാണുന്ന പല ജീവജാലങ്ങളുമായിട്ട് എന്തോ ഉണ്ട്? സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സാമ്യതകളുണ്ട്. അപ്പൊ ഇവിടുന്ന് പറയുന്നത് ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ഒരു കോമൺ ആൻസെസ്റ്റർ അല്ലെങ്കിൽ ഒരു പൊതു പൂർവികനിൽ നിന്നുമാണ്, ഇല്ലേ? അതുകൊണ്ട് തന്നെ ഈ ജീവജാലങ്ങൾ തമ്മിലെല്ലാം എന്തുകൊണ്ട് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ട്. ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് എന്തിനുള്ള തെളിവുകളാണ്? എവിഡൻസസ് ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിനുള്ള തെളിവുകളാണ്, ഇല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിഡൻസസ് ഓഫ് എവല്യൂഷനുള്ള തെളിവുകളാണ്. എവിടെ നിന്നുമൊക്കെയാണ് നമുക്ക് തെളിവുകൾ ലഭിച്ചത്? മോളിക്കുലാർ ബയോളജി അല്ലെങ്കിൽ തന്മാത്രാ ജീവശാസ്ത്രം, കമ്പാരറ്റീവ് അനാട്ടമി അല്ലെങ്കിൽ ആന്തരഘടനയിലെ താരതമ്യം, ദെൻ ഫോസിലുകളിൽ നിന്നും. അപ്പൊ ഈ എവിഡൻസസിൽ നിന്നുമെല്ലാം നമുക്ക് എവല്യൂഷനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റി? മനസ്സിലാക്കാൻ സാധിച്ചു. ഇന്ന് കാണുന്ന ജീവജാലങ്ങളെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കാണപ്പെടുന്ന ജീവജാലങ്ങൾക്ക് പണ്ടുണ്ടായിരുന്നവയുമായിട്ടും ബന്ധമുണ്ട്. അപ്പൊ ഈ എവല്യൂഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എങ്ങനെയാണ്? ഗ്രാജുവലി അല്ലെങ്കിൽ വളരെ പതുക്കെ. ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്. അതായത് വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് എവല്യൂഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ എവല്യൂഷന്റെ എവിഡൻസസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് മനുഷ്യന്റെ പരിണാമം അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ആണ്. അതായത് മനുഷ്യന്റെ പരിണാമം എങ്ങനെ നടന്നു എന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.